are going to discuss about the variation of conductivity and molar conductivity with concentration. അതായത് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് ഈ കണ്ടക്ടിവിറ്റി അതുപോലെ മോളാർ കണ്ടക്ടിവിറ്റി ഈ രണ്ട് ടേംസിനെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. കണ്ടക്ടിവിറ്റി നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടതാണ്, ഓർക്കുന്നുണ്ട് എന്താന്ന്? ഇറ്റ് വാസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? റെസിസ്റ്റിവിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് the resistance of a conductor having 1 cm length and 1 cm square area of cross section അല്ലേ. അതേപോലെ നമുക്ക് കണ്ടക്ടിവിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാലോ? കണ്ടക്ടിവിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് എങ്ങനെ പറയാം? the conductance of a conductor having 1 cm length and 1 cm square area of cross section അല്ലേ. അപ്പോൾ ഈ 1 cm square area 1 cm length എന്ന് പറഞ്ഞാൽ വോളിയം ഈക്വൽ ടു 1 cm cube. അപ്പോൾ കണ്ടക്ടിവിറ്റി മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്റ്റൻസ് ഓഫ് 1 centimeter cube ഓഫ് ദി കണ്ടക്ടർ. അങ്ങനെ പറഞ്ഞൂടെ? 1 centimeter cube കണ്ടക്ടറിൻ്റെ കണ്ടക്റ്റൻസിനെ നമുക്ക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കാം. ഇനി നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. മെറ്റാലിക് കണ്ടക്ഷൻ അല്ല, ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷനാണ്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ്റെ കേസിൽ നമ്മൾ ഈ കണ്ടക്ടറിലൂടെയുള്ള കണ്ടക്റ്റൻസിനെ പറ്റിയിട്ടല്ല ഡിസ്കസ് ചെയ്യേണ്ടത്, ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലെ കണ്ടക്റ്റൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻ ഒന്നും കൂടി നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. അതായത് കണ്ടക്ടിവിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്റ്റൻസ് ഓഫ് 1 centimeter cube of solution kept between two electrodes at a distance of 1 centimeter length and 1 centimeter square area of cross section. അതായത് 1 centimeter cube സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലുണ്ടാവണം. 1 centimeter cube എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ml. So conductance of 1 centimeter cube or 1 ml of solution is known as what? Conductivity. കണ്ടക്ടിവിറ്റി മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം, മോളാർ കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി? It is defined as the conductance of a solution containing 1 mole of electrolyte kept between two electrodes at a distance of 1 centimeter length. അതായത് ശരിക്കും പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ലാംഡ എം എന്നാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എത്ര വോളിയം ആയാലും ഇല്ല, ഏത് വോളിയത്തിലാണെങ്കിലും 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച കണ്ടക്ടിവിറ്റി മാറിപ്പോവരുത്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് വോളിയത്തിനാണ് അവിടെ പ്രാധാന്യം. 1 ml സൊല്യൂഷൻ അല്ലെങ്കിൽ 1 centimeter cube of the solution, whereas molar conductivity is the conductance of 1 mole of electrolytic solution. ഒരു മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിനി ഈ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്താ പഠിച്ചത്? 1 centimeter cube സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറയുന്നത് അല്ലേ. Now consider a solution of V centimeter cube volume. അതിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് എത്രയായിരിക്കും? അപ്പോൾ 1 മോൾ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കണ്ടക്റ്റൻസ് നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ കണ്ടക്റ്റൻസ് കാപ്പയാണെങ്കിൽ V സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ കണ്ടക്റ്റൻസ് എത്രയായിരിക്കും? എന്താണ് സംശയം? കാപ്പ ഇൻറ്റു വി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എഴുതിയത് എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. 1 centimeter cube സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ V centimeter cube ഓഫ് സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ്, അതിനെ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാം. അതെത്ര വരിക? 1 centimeter ക്യൂബിന് കാപ്പയാണെങ്കിൽ V centimeter ക്യൂബ് ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. ഇനി മൊളാരിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചത് ഓർക്കണില്ലേ? എന്താ മൊളാരിറ്റിയുടെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അല്ലേ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 1 ആണ്. 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഇനി വോളിയം എത്രയാണ്? V സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് പറഞ്ഞത് അല്ലേ. V സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു V ml. നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? വോളിയം ഇൻ ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെ
ലിറ്ററിലേക്ക് മാറ്റിയപ്പോൾ m = 1 × 1000/V എന്ന് എഴുതി. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? മൊളാരിറ്റി = എന്നുള്ള ഇക്വേഷൻ എങ്ങനെ വന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നുള്ളിടത്ത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വോളിയം ലിറ്റേഴ്സിൽ ആണ് ഉള്ള വോളിയം വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് ലിറ്റേഴ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1000/V എന്നും എഴുതി അല്ലേ? അപ്പോൾ m = 1 × 1000/V. ഇതിൽ നിന്ന് V = എന്ന് പറഞ്ഞിട്ടൊന്ന് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി എന്ത് കിട്ടും? നമുക്ക് കിട്ടും V = 1000/m എന്ന് കിട്ടും അല്ലേ? V = 1000/m. ആ കിട്ടിയ വിയുടെ വാല്യൂ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് λm = K × V എന്നുള്ളിടത്ത് നമുക്ക് വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായി മാറും ഇക്വേഷൻ? λm = 1000 kappa/m. λm എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്, കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്, m എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. അതാണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണെന്നറിയോ? ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് വെച്ചാൽ എന്താണ്? ഡൈല്യൂഷൻ കൂടുക എന്നാണ് അർത്ഥം. മനസ്സിലാവുണ്ടോ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ എടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 2 സ്പൂണ് ഷുഗർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പം അത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് എന്ത് സംഭവിച്ചു? അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? അതിലേക്ക് വെള്ളം ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അത് ഡൈല്യൂട്ടായി അല്ലേ? ഡൈല്യൂട്ടഡായി കോൺസെൻട്രേഷൻ കുറഞ്ഞു. അതായത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുക എന്നാണ് അർത്ഥം. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതായാലും ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം ഇനി നമ്മൾ മാറി മാറി ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കോൺസെൻട്രേഷൻ കുറയുക എന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുക എന്നുള്ളതാണെന്ന് എപ്പോഴും ഓർക്കണം കേട്ടോ. എന്നാലും നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് കിടക്കാം. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കും തോറും അല്ലെങ്കിൽ ഡൈല്യൂഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. അതാണ് കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. അതെന്തായിരിക്കും കാരണം? അതെന്താ അറിയോ? നമ്മളിപ്പോൾ സൊല്യൂഷൻ ഡൈല്യൂട്ട് ആക്കും തോറും, അതായത് അതിലേക്ക് വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? അതിലുള്ള പെർ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ പെർ മില്ലി ലിറ്ററിലുള്ള അയോണുകളുടെ എണ്ണം കുറയും. എങ്ങനെയാണത് കുറയണമെന്ന് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രം ഒന്ന് നോക്കൂ. ഇതൊന്ന് നോക്കി നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ പെർ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള അയോണുകളുടെ എണ്ണം കുറയണേന്ന്. ഇത് നോക്കൂ, ഒരു ബീക്കർ ഉണ്ട്, അതിൽ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എടുത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റെഡും ഗ്രീനും ആയിട്ട് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഇതിൽ 5 പോസിറ്റീവ് അയോൺസും ഉണ്ട്, 5 നെഗറ്റീവ് അയോൺസും ഉണ്ട് അല്ലേ? ഈക്വലാണ് രണ്ടിൻ്റെ എണ്ണം. ഇപ്പോൾ ഇത് വിചാരിക്കുന്നത് ഒരു സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് വിചാരിക്കുക. ഇതിലിപ്പോൾ എത്ര അയോൺസാണ് ഉള്ളത്? 3 അല്ലേ? 3 എണ്ണല്ലേ ഉള്ളത്. ഇനി ഈ സൊല്യൂഷൻ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാണ്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്ര അയോൺസ് വരുന്നുണ്ട് നോക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ഒഴിച്ചു അല്ലേ? അപ്പോൾ ഇത് ഡൈല്യൂട്ടഡായി. അപ്പോൾ ഇതിലിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്ര അയോൺസ് ഉള്ളത്? ആകെ ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ഉള്ളിൽ ഒരൊറ്റ അയോൺ മാത്രം ഡൈല്യൂട്ട് ചെയ്തപ്പോൾ അയോൺസ് എല്ലാം ഇങ്ങനെ അകന്നകന്ന് പോയി. നേരത്തെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ഉള്ളിൽ 3 അയോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് എ കണ്ടക്റ്റൻസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് സൊല്യൂഷനാണ്. ഡൈല്യൂട്ട് ചെയ്തപ്പോൾ ആ ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് സൊല്യൂഷനിലുള്ള അയോണുകളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓർ ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്യും തോറും എന്ത് സംഭവിക്കുന്നു? ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു. കാരണം എന്താ പറയേണ്ടത്? പെർ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള പെർ വോളിയം, അതായത് പെർ ml അല്ലെങ്കിൽ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നൊക്കെ പറയാം, അതിലുള്ള അയോണുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യും തോറും കുറയുന്നത്. അപ്പോൾ മക്കളിതൊന്ന് വായിച്ചു നോക്കൂ. കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് increase in dilution. This is because during dilution number of ions
per centimeter cube of the electrolytic solution decreases. ഒരിക്കലും മറക്കരുത്, കണ്ടക്ടിവിറ്റി, ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്തോറും കുറയാനുള്ള കാരണം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള അയോണുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് കൊണ്ടാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് എഴുതിയിരിക്കൂ കേട്ടോ. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കണേ നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ശരി, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ശരി, മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ രണ്ടു പേർക്കും അങ്ങനെ ആണെങ്കിലും സ്ട്രോങ്ങിനും വീക്കിനും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വേരിയേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ഹെഡിങ്സിലായിട്ട് തന്നെ പഠിക്കാം. ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് വരുന്ന വേരിയേഷൻസ് എന്താണെന്നൊന്ന് നോക്കാം. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അത്തരം ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അത് എന്നാണ് നമ്മളിനി പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതായത് അതിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം അയോൺസൊക്കെ വളരെ ക്ലോസ്ലി പാക്ഡ്, കുറച്ചും കൂടി അടുത്തടുത്താവും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആകുമ്പോൾ അയോൺസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയോൺസ് അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ മോളിക്യൂൾസ് അതിൻ്റെ ഇടയിൽ വരുമ്പോൾ അയോൺസ് പരസ്പരം അകന്നകന്ന് പോകും. നമ്മൾ നേരത്തെ കണ്ടക്ടിവിറ്റി പഠിച്ചപ്പോൾ അവരകന്നകന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അയോൺസിൻ്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. ആദ്യം ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് തമ്മിൽ നല്ല ആകർഷണം ഉണ്ടാവും. പക്ഷേ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇൻ്റർ അയോണിക് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അങ്ങനെ കുറയുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുമ്പോൾ അവർക്ക് കുറേയും കൂടി സ്പീഡിൽ ആ അയോൺസിന് ആകർഷണമില്ലാത്തതുകൊണ്ട് കുറേയും കൂടി സ്പീഡിൽ മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ നോക്കൂ. അപ്പോൺ ഡൈല്യൂഷൻ അയോൺസ് മൂവ് ഫാർ എപ്പാർട്ട് thereby minimizing the inter-ionic attractive forces which in turn results in the increase in speed of ions. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അയോൺസ് പരസ്പരം അകന്നു പോവും. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർ അയോണിക് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അതുകൊണ്ട് അയോൺസിൻ്റെ സ്പീഡ് കൂടുന്നു. അപ്പോൾ നമ്മൾ എന്താണ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി increases with dilution due to the increase in speed of ions. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം ശ്രദ്ധിക്കണം. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കൂടാനുള്ള കാരണം ഈ അയോൺസിൻ്റെ സ്പീഡ് കൂടുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കൂടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിനുള്ള റീസൺ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയണത്. അപ്പോൾ അതിനുള്ള റീസൺ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവർ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവാണ്. അതായത് വളരെ കുറച്ച് അയോൺസ് മാത്രമേ നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കൂടുതലും മോളിക്യൂൾസ് അൺഡിസോസിയേറ്റഡ് ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അത്തരം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ, ആ സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുക എന്ന് വെച്ചാൽ കൂടുതൽ അയോൺസ് സൊല്യൂഷനിൽ ഉണ്ടാവും. കൂടുതൽ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുന്തോറും ഉണ്ടാവുന്ന അയോണുകളുടെ എണ്ണം കൂടുന്നു. അയോണുകളുടെ എണ്ണം കൂടി എന്താ സംഭവിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി കൂടും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓൺ ഡൈല്യൂഷൻ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ് and hence the number of ions present in the solution increases, which result in the increase in molar conductivity. അതായത് സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുന്നത് കൊണ്ട് കൂടുതൽ അയോണുകൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ അതാണ് താഴെ എഴുതിയിട്ടുണ്ട്. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ദ ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്റ്റൻസ് ഇസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് അയോൺസ്. നമ്മൾ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും വരുന്ന വേരിയേഷൻ നമ്മൾ
പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഡൈല്യൂഷൻ സംഭവിക്കും തോറും, അതായത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും തോറും വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. അതിനുള്ള റീസൺ എന്താണ് പറഞ്ഞതെന്ന് മറന്നിട്ടില്ലല്ലോ. അതിനുള്ള കാരണം എന്താണ്? ഡൈല്യൂട്ട് ചെയ്യും തോറും നമ്മൾ കണ്ടു പെർ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള അയോണുകളുടെ എണ്ണം കുറയുന്നു. ആദ്യം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആകുമ്പോൾ നമ്മളെ ചിത്രം ഒന്ന് ഓർക്കുക. ആദ്യം കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ 3-4 അയോൺസ് ഒക്കെ ഉണ്ടായിരുന്നത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി മാറി? അത് ഒരു അയോണൊക്കെ ആയി. അപ്പോൾ പെർ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള അയോണുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്തോറും കുറയുന്നത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിച്ചത്? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ അല്ലേ. ഡൈല്യൂട്ട് ചെയ്യുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അതിന് 2 റീസൺസ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനും 2 റീസൺസാണ് ഉണ്ടായിരുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം ഡൈല്യൂട്ട് ചെയ്യുന്തോറും എന്ത് സംഭവിക്കുന്നു? ഇൻ്റർ അയോണിക് അട്രാക്ഷൻ കുറയുന്നത് കൊണ്ട് മൊബിലിറ്റി കൂടുന്നു. അയോൺസിൻ്റെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുന്നു. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി കൂടിയത്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ എന്തായിരുന്നു? ഡൈല്യൂട്ട് ചെയ്യുന്തോറും എന്ത് സംഭവിച്ചു? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നു. അപ്പോൾ അയോണുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി കൂടിയത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഒരു ഡെഫിനീഷൻസ് രണ്ടും മനസ്സിലാക്കിയാലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്റ്റൻസ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് സൊല്യൂഷനാണ്, അല്ലെങ്കിൽ 1 ml ഓഫ് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മോൾ ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഷുഗർ എടുക്കുകയാണെങ്കിൽ ഞാനൊരു ഗ്ലാസ്സിൽ 1 മോൾ ഷുഗർ എടുത്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ എത്ര ഇലക്ട്രോലൈറ്റ് ഉണ്ട് ചോദിച്ചാൽ 1 മോളാണ്. അതിലേക്ക് പിന്നെയും ഞാൻ 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കുക? അവിടെ വോളിയം കൂടിയിട്ടുണ്ട്, പക്ഷേ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റിൽ വ്യത്യാസമൊന്നുമില്ല. അവിടെ എപ്പോഴും എത്രയാണ് നമ്പർ ഓഫ് മോൾസ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ഇപ്പോഴും മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ കണ്ടക്ടിവിറ്റിയെക്കുറിച്ചാണ്, കണ്ടക്റ്റൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 1 മോൾ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ അതിനെപ്പറ്റിയൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡൈല്യൂഷൻ, but molar conductivity increases with increase in dilution. ഇനി നമ്മളിപ്പോൾ എത്ര നേരം പഠിച്ച വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ അതൊന്ന് എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും വേരിയേഷൻ വ്യത്യസ്തമായതുകൊണ്ട് 2 ഗ്രാഫുകൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന മറ്റൊരു ഗ്രാഫും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ വേരിയേഷൻ നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കൂടി വരും അല്ലേ. ഇവിടെ നോക്കി നോക്കൂ, കോൺസെൻട്രേഷൻ ഏത് ഡയറക്ഷനിലാണ് കുറയുന്നത്? ഈ ഭാഗത്തേക്ക് അല്ലേ, ഈ വശത്താണ് കോൺസെൻട്രേഷൻ കുറവുണ്ടാവുക, ഈ ഭാഗത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് കോൺസെൻട്രേഷൻ കുറയുന്നത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഇതേ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേരിയേഷൻ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം? ഈ ഗ്രാഫ് നമുക്കൊന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വൈ ആക്സിസിലേക്ക് മുട്ടിക്കാം. അങ്ങനെ ആ മുട്ടുന്ന പോയിൻറ്റിനെ, ആ വൈ ഇൻ്റർസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഡ m0. ഇവിടെ കാണിച്ചിട്ടുണ്ട് ലാംഡ m0. ലാംഡ m0 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടി കോൺസെൻട്രേഷൻ കുറയും തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടി ഒരു മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ എത്തും. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ 0 ആവുമ്പോൾ ഉള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കോൺസെൻട്രേഷൻ 0 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് തീരെ ഇല്ല എന്നുള്ള അവസ്ഥ എന്തായാലും വരില്ലല്ലോ അല്ലേ. ഇട്ട സാധനം അതിലുണ്ടാവും,
അതുകൊണ്ടാണ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ അനുമാനിക്കുന്ന ഒരു ആ പോയിന്റിനെയാണ് നമ്മൾ λm0 എന്ന് പറയുന്നത്. അപ്പോൾ λm0 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് സാധനം? λm0 എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ആ പോയിന്റിലാണ് എന്ത് സംഭവിക്കേണ്ടത്? നമ്മൾ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ, കോൺസെൻട്രേഷൻ സീറോയോട് അടുക്കുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയണത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടി നമ്മൾ സീറോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ ഊഹിച്ചെടുക്കുകയാണ്. അങ്ങനെ കണ്ടീഷൻ ശരിക്കില്ല, യഥാർത്ഥത്തിലില്ല. നമ്മളിപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും അതിലിട്ട് സൊല്യൂട്ട് അതിൽ എന്തായാലും ഉണ്ടാവും. കോൺസെൻട്രേഷൻ സീറോ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇല്ല. എങ്കിലും മാക്സിമം ആയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ ആ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ വൈ ആക്സിസിലേക്ക് മുട്ടിച്ചാൽ മതി, നമുക്ക് λm0ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ടുള്ള y = mx + cu ആയിട്ട് നമുക്ക് പോലത്തെ ഒരു ഇക്വേഷൻ നമുക്കിതിന് ഉണ്ടാക്കാം. ആ ഇക്വേഷനാണ് λm = λm0 - b√c. And this equation is known as d/Huckel-Onsager equation. ഈ ഇക്വേഷൻ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ടുള്ള y = mx + c ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? λm, എക്സിൻ്റെ സ്ഥാനത്ത് √c, എമ്മിൻ്റെ സ്ഥാനത്ത് സ്ലോപ്പായിട്ടുള്ളത് -b, അതേപോലെ y ഇൻ്റർസെപ്റ്റ് അതായത് സിയുടെ സ്ഥാനത്തുള്ളത് λm0 അല്ലേ? ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ എഴുതിയെടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് എഴുതിയെടുത്തോളൂ. The molar conductivity of the solution when concentration approaches 0 is called limiting molar conductivity. ഇനി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ വേരിയേഷൻ λm with c എങ്ങനെയാണ് നോക്കാം. ഈ ഗ്രാഫും നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. മോളാർ കണ്ടക്ടിവിറ്റി എന്താ സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ? പക്ഷേ നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫായിരുന്നു. ഇവിടെയാണെങ്കിലോ ഇതൊരു കർവാണ്. അത് മാത്രമല്ല സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് ആ ഗ്രാഫിനെ നമുക്കൊന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് y ആക്സിസിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് λm0 ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇതൊരു കർവ് ആയതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് y ആക്സിസിൽ മുട്ടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ λm0 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് λm0 വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും λm with c വേരിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും വേരിയേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് കേട്ടോ.